ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ 4 ടൈപ്പ് ദോശ റെസിപ്പീസാണ് ചെയ്ത് കാണിക്കുന്നത്. അതായത് ഒരു ദോശ ബാറ്റർ വെച്ചിട്ട് നമുക്ക് ഒരുപാട് ദോശകൾ ഉണ്ടാക്കാം അല്ലേ, വെറൈറ്റി ദോശകൾ ഉണ്ടാക്കാം. അപ്പോൾ അതിലിപ്പോൾ ഞാൻ 4 എണ്ണമാണ് ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ദോശ ഉണ്ടാക്കാൻ നമുക്ക് ആദ്യം ദോശ ബാറ്റർ തയ്യാറാക്കണം. അപ്പോൾ അതിലേക്ക് ഞാൻ 3 കപ്പ് ഇഡ്ഡലി റൈസാണ് എടുത്തിരിക്കുന്നത്. അതായത് 250 ml കപ്പിൽ 3 കപ്പ് റൈസ്. അപ്പം മാവ് അരക്കുമ്പോൾ നമ്മൾ കുറച്ചധികം ചെയ്ത് വെച്ചാൽ ഒരു ദിവസം ഇഡ്ഡലി അങ്ങനെ ദോശ അങ്ങനെ മാറി മാറി ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ എന്തായാലും ഞാനിപ്പോൾ 3 കപ്പ് ഇഡ്ഡലി റൈസിന് 1 കപ്പ് ഉഴുന്നാണ് സോക്ക് ചെയ്യാൻ വെക്കുന്നത്. അപ്പോൾ അളവ് ഞാനിതിൽ എഴുതിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു ചെറിയ ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലോണം തന്നെ ഒന്ന് വാഷ് ചെയ്തതിന് ശേഷം നമുക്കിത് 5-6 മണിക്കൂറൊന്ന് സോക്ക് ചെയ്യാൻ വെക്കാം. സോക്ക് ചെയ്തതിന് ശേഷം നമുക്കിത് അരച്ചെടുക്കുമ്പോൾ ഞാനിതിലേക്കൊരു 1/2 കപ്പ് അവിൽ ചേർക്കുന്നുണ്ട്. തുടങ്ങി 1 കപ്പ് വരെയൊക്കെ ചേർക്കാം കേട്ടോ. അവലിന് പകരം നമുക്ക് 1/2 കപ്പ് ചോറ് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചിട്ട് കൈകൊണ്ട് തന്നെ നല്ലോണം കുഴച്ചത് പൊങ്ങാൻ വെക്കണം. ഇപ്പോൾ നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട് കണ്ടോ. ഒരു 6-7 മണിക്കൂർ കഴിയുമ്പോഴത്തേനും നല്ലോണം പൊങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ ഈ മാവ് വെച്ചിട്ട് നമുക്ക് നല്ല സോഫ്റ്റായിട്ടുള്ള ഇഡ്ഡലിയും തയ്യാറാക്കാം കേട്ടോ. എന്തായാലും ഞാനിപ്പോൾ പാകത്തിന് ഉപ്പ് ചേർത്തിട്ട് ഇത് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഞാനിതുകൊണ്ട് ഊത്തപ്പമാണ് തയ്യാറാക്കുന്നത്. ഇതിലേക്ക് കുറച്ച് സവാളയും വെജിറ്റബിൾസും അതുപോലെ തന്നെ എരിവിന് കുറച്ച് ഇഞ്ചിയും പച്ചമുളകൊക്കെ കട്ട് ചെയ്തിട്ട് അല്പം ഉപ്പും ചേർത്തിട്ട് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം. പിന്നെ നമുക്കിത് ഊത്തപ്പം തയ്യാറാക്കാൻ ഞാനിപ്പോൾ ഒരു പരന്ന ചട്ടിയിൽ 2-3 ആയിട്ട് ഒഴിക്കാം. നമുക്കിത് കുറച്ച് വലിയ ചട്ടിയാണെങ്കിൽ, ചെറുതാണെങ്കിൽ നമുക്ക് ഓരോന്നായിട്ട് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഒഴിച്ചതിന് ശേഷം അധികം ഒന്ന് പരത്തണ്ട, ജസ്റ്റ് ഒന്ന് പരത്തി കൊടുത്താൽ മതി. അതേ രീതിയിൽ അധികം വട്ടമില്ലാതെ തന്നെ ഇത്തിരി തിക്കായിട്ട് കട്ടിയിൽ പരത്തി. അപ്പോൾ ഈ സമയത്ത് തീ കൂട്ടി വെക്കരുത് കേട്ടോ, അപ്പോൾ കരിഞ്ഞു പോകും. അപ്പോൾ ഇതാ ഊത്തപ്പം ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഇത് നമുക്ക് വേണമെങ്കിൽ ഒന്നും കൂടെ ഒന്ന് മൊരിച്ചെടുക്കാം കേട്ടോ. അല്പം ഓയിലൊക്കെ കുടഞ്ഞിട്ട് നല്ലോണം ഒന്ന് മൊരിച്ചാൽ കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും. ഞാനിപ്പോൾ വീഡിയോയിലൊക്കെ ഒന്ന് കളർഫുള്ളായി തോന്നാൻ വേണ്ടി ഈ രീതിയിലെടുത്തെന്ന് മാത്രം. എന്തായാലും ഇത് ചട്നിയോ ചമ്മന്തിയൊക്കെ ചേർത്ത് കഴിക്കുമ്പോൾ ടേസ്റ്റി ആയിരിക്കുള്ളൂ. ഇനി അടുത്തത് നമുക്ക് പൊടി ദോശയാണ് തയ്യാറാക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ദോശ തയ്യാറാക്കാൻ ആദ്യം നമുക്ക് ചമ്മന്തിപ്പൊടി ഉണ്ടാക്കണം. അപ്പോൾ അതിലേക്ക് ഞാനിപ്പോൾ ഒരു ഫ്രൈ പാനിൽ അല്പം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കുറച്ച് കടലപ്പരിപ്പും അതുപോലെ തന്നെ ഉഴുന്ന് പരിപ്പും 1 ടേബിൾ സ്പൂൺ കണക്കാക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഫ്രൈ ചെയ്യുമ്പോൾ തീ വളരെ കുറച്ചിട്ടിട്ട് വേണം കേട്ടോ, അതല്ലെങ്കിൽ കരിഞ്ഞു പോകും. പിന്നെ ഇതിലേക്ക് എരിവിനനുസരിച്ചുള്ള ഉണക്കമുളകും ചേർത്തൊന്ന് വറുത്തിട്ട് പിന്നെ കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും 2-3 അല്ലി വെളുത്തുള്ളി ഇട്ട് തേങ്ങയൊക്കെ ഒന്ന് മൊരിഞ്ഞ് വരുമ്പോൾ, ഒരുപാട് ഡാർക്ക് ബ്രൗൺ ആക്കണ്ട കേട്ടോ. പിന്നെ പാകത്തിന് ഉപ്പും ചേർത്തിട്ട് നമുക്കത് ഫ്ലെയിം ഓഫ് ചെയ്യുക. എന്നിട്ട് ഇത് ചൂടാറുമ്പോൾ നമുക്ക് മിക്സിയുടെ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുക്കുക. ഇതിലേക്ക് നമുക്ക് വേണമെങ്കിൽ ഒരു പൊടിക്ക് പുളി ചേർത്ത് കൊടുത്താലും നല്ലതാണ്. അതുപോലെ ഇത് കുറച്ച് ദിവസമൊക്കെ കേടാവാതെ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് യൂസ് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ ഇഡ്ഡലിയുടെ കൂടെ കഴിക്കാനും നല്ലൊരു ചമ്മന്തിപ്പൊടിയാണിത്. ഇനി നമുക്ക് ദോശ ചുട്ടെടുക്കാം. അപ്പോൾ ദോശ മാവ് ഒഴിക്കുമ്പോൾ ചട്ടി ഒരുപാട് ചൂടാവാതെ നോക്കണം. അങ്ങനെ ആകുമ്പോൾ അത് തീരെ അങ്ങനെ പോലെ പരത്തിയെടുക്കാൻ പറ്റില്ല. അതെല്ലാവർക്കും അറിയുന്നതായിരിക്കുള്ളൂ. ഇപ്പോൾ ഇതിൻ്റെ മേലെ ഞാൻ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. അതിൻ്റെ മേലെ ഈ ചമ്മന്തിപ്പൊടി സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കട്ടി കുറച്ച് പരത്തിയത് കൊണ്ട് തന്നെ നല്ല മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. കണ്ടോ, ചമ്മന്തിപ്പൊടി ചേർത്ത നല്ല മൊരിഞ്ഞ ദോശ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇത് ശരിക്ക് തേങ്ങ ചട്നി ഇതിന് നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ. അതുപോലെ ഇനി ദോശയിൽ നമുക്ക് 2 സൈഡും ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് നെയ്യ് തേച്ചിട്ട് ആ രീതിയിലും ഉണ്ടാക്കിയെടുക്കുക. അതൊക്കെ നമ്മളെ ഇഷ്ടം പോലെ ചെയ്യാം. ഇനി അടുത്തതായിട്ട് എഗ്ഗ് ദോശയാണ് തയ്യാറാക്കുന്നത്. ഇത് സ്പെഷ്യലായിട്ട് കുട്ടികൾക്ക് കൂടുതലും നല്ലതാണ്. ഞാനിപ്പോൾ ഇതിലേക്ക് 2 എഗ്ഗ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നോർമലി നമ്മൾ ഒരു ദോശയ്ക്ക് 1 എഗ്ഗ് കണക്കാക്കി എടുത്താലും മതി. ഇപ്പോൾ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി ഞാനിപ്പോൾ 2 എണ്ണം ചെയ്തതേ ഉള്ളൂ. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് ഉള്ളിയും അതുപോലെ ക്യാരറ്റും തക്കാളി മല്ലിയില അല്പം പച്ചമുളകും എരിവിനനുസരിച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് എല്ലാം പൊടിയായി എരിഞ്ഞതാണ്. അപ്പോൾ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ സാദാ ദോശ ഉണ്ടാക്കിയിട്ട് അല്പം നെയ്യൊക്കെ തടവി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്.
കണ്ടോ, അപ്പോൾ നല്ല സ്വാദിഷ്ടമായ എഗ്ഗ് ദോശയും ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഇനി അടുത്തതായിട്ട് നമുക്ക് ചമ്മന്തി ദോശയാണ്, അതായത് ഉള്ളിയും തക്കാളിയൊക്കെ ചേർത്തിട്ടുള്ളൊരു ചമ്മന്തി. അപ്പോൾ അതിലേക്ക് നമ്മൾ നേരത്തെ ചമ്മന്തിപ്പൊടി ഉണ്ടാക്കിയ പോലെ തന്നെ അല്പം കടലപ്പരിപ്പും ഉഴുന്ന് പരിപ്പും ഉണക്കമുളകും കറിവേപ്പില എല്ലാം കൂടെ എണ്ണയിലൊന്ന് വറുത്തെടുക്കുകയാണ്. കരിഞ്ഞു പോകാതെ വറുത്തെടുക്കണം, അല്ലെങ്കിൽ ചമ്മന്തിയുടെ ടേസ്റ്റ് മാറും. ഇനി ഇതിലേക്ക് ഒരു സവാള കട്ട് ചെയ്തിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക. അതിലേക്ക് കുറച്ച് തക്കാളിയും കൂടെ ചേർത്തിട്ട് തക്കാളിയും അതുപോലെ തന്നെ നല്ലോണം വഴന്ന് ഉടഞ്ഞ് വരണം. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നമുക്കിത് ചൂടാറിയതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ടൊന്ന് കറക്കിയെടുക്കുക. അപ്പോൾ ഇവിടെ ചമ്മന്തിയും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ദോശ ചുട്ടെടുക്കാം. അപ്പോൾ ഇതുപോലെ ദോശ ബാറ്റർ വെച്ചിട്ട് നമുക്ക് ഇനിയും വെറൈറ്റി ആയിട്ട് ദോശകളൊക്കെ തയ്യാറാക്കാം. അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് നെയ്യൊക്കെ സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് അതിൻ്റെ മേലെ ഈ അരച്ചെടുത്ത ചമ്മന്തി സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ചെയ്ത ഈ 4 ദോശകളിലും ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് കേട്ടോ. താങ്ക് യു.